ഇന്ന് സൺഡേ ആയിട്ടൊരു സൺഡേ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. എന്റെ ആദ്യത്തെ വ്ലോഗാണ്, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ വ്ലോഗിലേക്ക് വെൽക്കം. അപ്പൊ വ്ലോഗ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് കൊടുക്കേണ്ട ഒരു സംഭവം നമ്മുടെ അടുക്കളയാണ്. സോ വല്ലതും ഞങ്ങളും കഴിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചോറും പരിപ്പും. ഞങ്ങളുടെ ചോറ് പരിപ്പ് പപ്പടം ദിവസമാണ് ഞായറാഴ്ച. സാധാരണ എല്ലാ ആളുകളും ഞായറാഴ്ച ചിക്കൻ മട്ടൺ ബീഫ് ഒക്കെ വെക്കുമ്പോൾ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഒരു വെജ് മീലാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്റെ വ്ലോഗിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്റെ കിച്ചണാണ്. എല്ലാം കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ പയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി പയർ നമുക്ക് അതിനകത്തുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ജാറിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും മിക്സ് ചെയ്തതിനു ശേഷം ഇന്ന് കുറച്ച് ക്ലീനിങ് അധികത്തിലുണ്ട്. കാരണം 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. മിറ്റമൊക്കെ ഭയങ്കര മിറ്റമല്ല, പടികളൊക്കെ ഭയങ്കര അലക്ഷ്യമായിട്ട് കിടക്കാണ്. സോ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. വാ. സോ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബക്കറ്റ് താഴെ ഇരിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്നും എടുത്തിട്ടില്ല. സോ നമുക്ക് ബക്കറ്റ് എടുക്കും കണ്ട, നമുക്ക് ഇന്നത്തെ കോരി ഇതിനകത്തോട്ടിട്ട് വൃത്തിയാക്കാതെ. ഇത് കണ്ട, ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാല് നമുക്ക് ഇതൊന്ന് കഴുകണം. ഇവിടെ മൊത്തം വൃത്തികേടാണ്. എന്റെ അമ്മ അപ്പൊ ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ചെടികൾ കാണാൻ വരുന്നുണ്ടോ? ഞങ്ങളുടെ ചെടികൾ കണ്ട, ചെടി ഇതെന്ന് പറഞ്ഞാല് ഇത് കണ്ടില്ലേ, ഇവിടെ വിളക്ക് കഴുകുന്ന സൂത്രമാണ് കേട്ടോ. ഇത് തൽക്കാലം ഇവിടെ ഇരിക്കോട്ടെ. വെള്ളം വേണ്ട. അപ്പൊ എന്റെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് വാഷ്റൂം വരെ ഞാൻ കൊണ്ടുവന്നു. ഇന്നൊരു കുഞ്ഞു വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. നമ്മളിപ്പോ കഴുകിയിട്ട പടിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഉണങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കിച്ചണിലോട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ പരിപ്പിലുള്ള പയറിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ പോയി എന്ന് തോന്നുന്നു. പോയി. അപ്പൊ നമുക്കിതൊന്ന് മേക്ക് ചെയ്തെടുക്കാം. ദെൻ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ചാച്ചുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.